അങ്ങനെ പെർഫെക്റ്റ് ക്രൗണിന്റെ ലാസ്റ്റ് എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. എല്ലാ കോലാഹലങ്ങൾക്കും ശേഷം ഇയാൻ ഒഫീഷ്യലി രാജാവായിട്ട് സ്ഥാനമേറ്റു. രാജാവായതിനു ശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗ് ആയിരുന്നു. അവിടെ പ്രൈം മിനിസ്റ്റർ മിന്നും ഹീജുവിന്റെ അച്ഛനും അടക്കം എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ഇയാൻ രാജാവായി വന്ന ശേഷം ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ഡിസിഷൻ എന്താണെന്ന ടെൻഷൻ എല്ലാവരുടെയും മുഖത്ത് കാണാം. രാജാവായ അന്ന് തന്നെ രാജഭരണം അബോളിഷ് ചെയ്യണം എന്ന കാര്യമാണ് ഇയാൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും ശരിക്കും ഷോക്കായി പോകുന്നു. കാരണം ഒരുപാട് വർഷങ്ങളായി രാജകുടുംബം നയിക്കുന്ന രാജ്യമാണ് ഇത്. തൊട്ടുമുന്നത്തെ ദിവസം തന്നെ ഇയാൻ ഹീജുവിനോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. ജനിക്കുമ്പോൾ ചാർത്തി കിട്ടുന്ന പദവികളും സ്ഥാനങ്ങളും ചിലർക്ക് പ്രിവിലേജ് ആണെങ്കിൽ മറ്റു ചിലർക്ക് അതൊരു കൺസ്ട്രെയിന്റ് ആണ്. ഇതെല്ലാം തുടങ്ങുന്നത് രാജാവിൽ നിന്നാണ്. അതുകൊണ്ട് അതില്ലാതാവണം എന്നായിരുന്നു ഇയാന്റെ അഭിപ്രായം. രാജാവാൻ ഇയാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അധികാരത്തിന് വേണ്ടിയല്ല എന്ന് ഹീജു അപ്പോഴാണ് തിരിച്ചറിയുന്നത്. മറിച്ച് അതൊരു നല്ല മാറ്റത്തിന് വേണ്ടിയായിരുന്നു, ഒരു റെവല്യൂഷന് വേണ്ടിയായിരുന്നു. എന്ത് തീരുമാനം എടുത്താലും കൂടെ ഉണ്ടാവുന്ന ഹീജു അവന് ഉറപ്പ് കൊടുത്തു. അതൊരു ബ്യൂട്ടിഫുൾ സീനായിരുന്നു. ഇയാൻ ഒരു ഗ്രീഡി പേഴ്സൺ ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. പക്ഷെ അവസാനത്തോട് അടുക്കുമ്പോഴാണ് അവന്റെ ശരിയായ സ്വപ്നം നമുക്ക് മനസ്സിലാവുന്നത്. ഇക്കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ കടുത്ത എതിർപ്പാണ് ക്യാബിനറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. കാരണം രാജഭരണം ഇല്ലാതാക്കിയാൽ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിവിലേജ്, ഇൻഫ്ലുവൻസ്, മണി എല്ലാം ചോദ്യചിഹ്നമായി മാറും. അതിലേറ്റവും നഷ്ടം അവിടെ ഉണ്ടായിരുന്ന ക്യാബിനറ്റ് മെമ്പേഴ്സിന് തന്നെയാണ്. രാജഭരണം പിന്തുടരുന്ന എല്ലാ രാജ്യങ്ങളും ഓരോ വർഷവും അബോളിഷൻ വേണോ എന്നതും പരിഗണിക്കാറുണ്ട്. എല്ലാ വർഷവും അവിടുത്തെ പബ്ലിക് ഒപ്പീനിയൻ അബോളിഷന് എഗെയിൻസ്റ്റ് ആയാണ് വരാറ് എന്ന് പ്രൈം മിനിസ്റ്റർ മിൻ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 10 വർഷമായി അബോളിഷൻ എതിർക്കുന്നവരുടെ ശതമാനം ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെന്നും ഇയാൻ പറഞ്ഞു. എല്ലാവരുടെയും എതിർപ്പ് കാരണം യാതൊരു തീരുമാനത്തിലും എത്താതെയാണ് അന്നത്തെ മീറ്റിംഗ് അവസാനിച്ചത്. പാലസ് ഗേറ്റിന് പുറത്ത് ഫുൾ മീഡിയ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊണാർക്കി അബോളിഷ് ചെയ്യുമോ എന്ന ചോദ്യമാണ് എല്ലായിടത്തും. റിപ്പോർട്ടേഴ്സ് നോൺ സ്റ്റോപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. എന്നാൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ആരും കൊടുക്കുന്നില്ല. ക്വീൻ മദർ ജയിലിൽ പോയിട്ട് അച്ഛനെ കാണുന്നുണ്ട്. അവൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇത്ര കാലം പല പാപങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു മകളില്ല എന്ന് പറഞ്ഞ് ക്വീൻ മദർ ഇറങ്ങുന്ന സമയത്താണ് അച്ഛൻ പറയുന്നത് പ്രൈം മിനിസ്റ്റർ മിൻ അറിഞ്ഞുകൊണ്ടാണ് മനഃപൂർവ്വം ഇയാനെ അന്ന് തീപിടുത്തം ഉണ്ടായ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതെന്ന്. ക്വീൻ മദർ പുറത്തോട്ട് വരുമ്പോ അവിടെ പ്രൈം മിനിസ്റ്റർ മിൻ ഉണ്ടായിരുന്നു. മൊണാർക്കി അബോളിഷ് ചെയ്യുന്നത് എതിർക്കണമെന്ന് പറഞ്ഞ് അവൻ ക്വീൻ മദറിനെ ഭീഷണിപ്പെടുത്തി. മുന്നത്തെ രാജാവിന്റെ ഓർഡർ നശിപ്പിച്ചിട്ടാണ് സ്വന്തം മകനെ രാജാവാക്കിയതെന്ന് പുറത്തറിഞ്ഞാൽ നിങ്ങളുടെ മകനും ക്രിമിനലായി ഇനി അറിയപ്പെടും എന്ന് പറഞ്ഞാണ് അവരെ മെന്റലി അവൻ ടോർച്ചർ ചെയ്തത്. ഇയാനെയും ഹീജുവിനെയും പ്രഷറൈസ് ചെയ്യാൻ മിൻ പാലസ് ബഡ്ജറ്റ് ഫ്രീസ് ചെയ്തു. പാലസിലെ സ്റ്റാഫിന്റെ സാലറി പോലും പ്രശ്നത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഹീജുവിന് ക്യാഷ് ഒരു പ്രശ്നമല്ലല്ലോ. ഇയാൻ എതിർത്തെങ്കിലും ഹീജു പാലസിലെ ആനുവൽ ബഡ്ജറ്റിനു മുകളിൽ ഒരു എമൗണ്ട് പാലസിലേക്ക് ഡൊണേറ്റ് ചെയ്തു. ഇത് മിന്നിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. അതിൽ ദേഷ്യം വരുന്ന മിൻ കാസിൽ ഗ്രൂപ്പിനെതിരെ കള്ളപ്പണം ആരോപിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതറിഞ്ഞ് ഹീജു വേഗം വീട്ടിലെത്തി. അവിടെ ആരും അവളെ കുറ്റപ്പെടുത്തിയില്ല. മറിച്ച് ഹീജുവിന്റെ ബ്രദർ ഈ കേസിൽ അവൻ അച്ഛന് പകരം കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. പല ട്രാപ്പുകളും ഉണ്ടാവും, അതിലൊന്നും പോയി ചാടരുതെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഹീജുവിനെ തിരിച്ചയക്കുന്നത്. ഹീജു അവളുടെ ഫാമിലിയുടെ ഈ ഒരു സൈഡ് ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. അച്ഛനും ചേട്ടനും ഇപ്പോൾ അവളുടെ സൈഡ് എടുത്ത് അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാണ്. ബ്രദറുമായിട്ടുള്ള ഫൈറ്റ് എല്ലാം അവസാനിച്ച് അവര് രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. എന്ത് വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ നമ്മുടെ ഫാമിലി ഉണ്ടെന്നുള്ളത് എപ്പോഴും ഒരു ധൈര്യമാണല്ലോ. പിന്നീട് രാത്രി ഹീജു പാലസിലേക്ക് തിരിച്ചെത്തി ഇയാനോട് എല്ലാം പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാനിരിക്കുകയാണെന്നും ഫാമിലിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും അച്ഛനെയും ചേട്ടനെയും കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഫാമിലി ഡൈനാമിക്സിൽ വന്ന മാറ്റം അവളെ എത്ര ഹാപ്പി ആക്കുന്നുണ്ടെന്നുള്ളത് ഹീജുവിന്റെ മുഖത്ത് കാണാം. എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും തിരിച്ച് വീട്ടിലെത്തുമ്പോ അവര് രണ്ടുപേരും അവരവരുടെ കമ്പനിയിൽ വളരെ കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിരുന്നു. അടുത്ത ദിവസം നടക്കുന്ന മീറ്റിംഗിലും മിൻ മൊണാർക്കിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ബാക്കി ക്യാബിനറ്റ് മെമ്പേഴ്സും അവന്റെ കൂടെയായിരുന്നു. അവരുടെ യഥാർത്ഥ ലക്ഷ്യം രാജഭരണം നിലനിർത്താനൊന്നല്ല, മറിച്ച് ഇപ്പൊ അനുഭവിക്കുന്ന പണവും പദവിയും പ്രിവിലേജസും നഷ്ടപ്പെടരുത് എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. രാജാവും രാജ്യവും നിലനിൽക്കേണ്ടതിനെ കുറിച്ച് മിൻ വാ തോരാതെ സംസാരിക്കുന്നതിനിടയ്ക്കാണ് ഹീജു അങ്ങോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കുമല്ലേ നിങ്ങൾ രാജാവിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്ന ഒറ്റ ചോദ്യത്തിൽ പ്രൈം മിനിസ്റ്റർ മിൻ സൈലന്റ് ആയി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു നിമിഷം ഷോക്കായി. ഹീജു ഒരു റെക്കോർഡിംഗ് പ്ലേ ചെയ്തു. ക്വീൻ മദർ മിൻ അറിയാതെ റെക്കോർഡ് ചെയ്തതായിരുന്നു അത്.
അതിൽ മിൻ ഇയാനെ കൊല്ലാൻ ശ്രമിച്ചത് അവനാണെന്ന് കൺഫസ് ചെയ്തിരുന്നു. വേണ്ടി വന്നാൽ ഇനിയും ചെയ്യുമെന്നും അവൻ അതിൽ പറയുന്നുണ്ട്. ഈ റെക്കോർഡിംഗ് പുറത്തു വന്നതോടെ എല്ലാവരും ഫ്രീസായി. ഇയാൻ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇയാൻ തകർന്നു പോയിരുന്നു ഇത് കേട്ടിട്ട്. മിന്നിന് ഇതിലൊക്കെ എന്തൊക്കെയോ പങ്കുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും ക്വീൻ മദറിന്റെ അച്ഛൻ ചെയ്തത് അവൻ അറിഞ്ഞിട്ടും പറയാതിരുന്നു എന്ന് മാത്രമേ അവര് വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇത്രയും ക്രൂരമായിരുന്നു മിന്നിന്റെ പ്രവൃത്തികളെന്ന് അന്നാണ് അവര് ശരിക്കും തിരിച്ചറിഞ്ഞത്. ഇയാൻ മിന്നിനോട് തനിച്ച് സംസാരിക്കുമ്പോ നീ ശരിക്കും എന്നെ കൊല്ലാൻ ശ്രമിച്ചോ എന്ന് ചോദിക്കുമ്പോ പ്രൈം മിനിസ്റ്റർ യാതൊരു മടിയില്ലാതെ തന്നെ അത് സമ്മതിച്ചു. എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ, ഹീജുവിന് വേണ്ടിയായിരുന്നു. പലപ്പോഴും ഞാൻ നിന്നോട് അവളെ വിട്ടയക്കാൻ പറഞ്ഞിരുന്നു, പക്ഷെ നീ അത് കേട്ടില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം ഉണ്ടായതെന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. നിന്റെ അടുത്തുനിന്ന് അവളെ തട്ടിയെടുത്തു എന്ന് നീ സംസാരിക്കാൻ അവൾ ഒരിക്കലും നിന്റെ ആയിരുന്നില്ല എന്ന് ഇയാൻ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും ഒബ്സഷൻ ഒരാളെ എത്ര ഡേഞ്ചറസ് ആക്കും എന്ന് കാണിച്ച ക്യാരക്ടറായിരുന്നു മിൻ. അവസാനം പോലീസ് വന്ന് മിന്നിനെ കസ്റ്റഡിയിലെടുത്തു. ഇതിന് പിന്നാലെ രാജഭരണം തുടരണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ജനങ്ങളുടെ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. രാജ്യം മുഴുവൻ വോട്ട് ചെയ്തു. ജനങ്ങൾ തന്നെ രാജഭരണം അവസാനിപ്പിക്കാൻ വോട്ട് ചെയ്തു. അതിനുശേഷം ഇയാൻ ഒഫീഷ്യലി അത് പ്രഖ്യാപിച്ചു. ജനങ്ങൾ അവരുടെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ക്രൗണിന് സ്വന്തം എക്സിസ്റ്റൻസ് ജസ്റ്റിഫൈ ചെയ്യാനാവില്ല. അങ്ങനെ ഇയാൻ അവിടുത്തെ അവസാനത്തെ രാജാവായി മാറി. അതൊരു വല്ലാത്ത മൊമെന്റ് ആണ്. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു രാജവംശം അവിടെ അവസാനിച്ചു. പിന്നീട് 3 വർഷത്തിന് ശേഷമുള്ള കഥയാണ് കാണിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു ലൈഫാണ് ജീവിക്കുന്നത്. ഇയാനും ഹീജുവും ഇപ്പോൾ നോർമൽ ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. ഹീജു വീണ്ടും കാസിൽ ഗ്രൂപ്പിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ അവസാന രാജ്ഞി എന്ന പേരിൽ ആളുകൾക്ക് ഹീജുവിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ബിസിനസ്സിലോട്ട് തിരികെ വന്നപ്പോൾ ഹീജുവിന് സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. ആ ലൈഫ് അവൾ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ഇയാൻ വീട്ടില് കുക്കിംഗ് പഠിക്കാനുള്ള ശ്രമവും ഒരുപാട് കാലം രാവും പകലും ഇല്ലാണ്ട് പാലസിൽ വർക്ക് ചെയ്തതിന്റെ ക്ഷീണം ഇപ്പൊ വീട്ടില് വെറുതെ ഇരുന്ന് തീർക്കാണ്. സാധാരണക്കാരനായി പുറത്തുപോയി ഫുഡ് കഴിക്കുന്നതൊക്കെ അവൻ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. ഹീജുവിന്റെ ബ്രദറും വൈഫും പ്രഗ്നന്റ് ആയിരുന്നു. അവൻ മാനേജ് ചെയ്തിരുന്ന കമ്പനി കൂടെ ഹീജുവിനെ ഏൽപ്പിച്ച് പെറ്റേണിറ്റി ലീവ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവൻ. അങ്ങനെ ഇരിക്കെ ഇയാന് ഹീജുവിനെ വീണ്ടും പ്രൊപ്പോസ് ചെയ്യണമെന്ന് ഒരാഗ്രഹം. സർപ്രൈസായി ചെയ്യാൻ വിചാരിച്ചതാണ്. പക്ഷെ ജോയിനോട് ഇക്കാര്യം സംസാരിക്കുന്നതിനിടയ്ക്ക് ഹീജു കേട്ടു. അങ്ങനെ സർപ്രൈസ് ഫ്ലോപ്പായി. ഓൾറെഡി ഒരിക്കൽ പ്രൊപ്പോസൽ ആൻഡ് മാരേജ് ഒക്കെ കഴിഞ്ഞതല്ലേ, ഇനി എന്തിനാ എന്നാണ് ഹീജുവിന്റെ സ്റ്റാൻഡ്. അവരുടെ റിലേഷൻഷിപ്പ് ആദ്യം ഫേക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ലേ, ഇപ്പോൾ റിയൽ ഫീലിങ്സോടെ ഒന്നുകൂടി പ്രൊപ്പോസ് ചെയ്യണമെന്നാണ് ഇയാന്. എനിക്ക് ഫേക്ക് ഒന്നും ആയിരുന്നില്ല, പ്രൊപ്പോസ് ചെയ്യുമ്പോഴൊക്കെ അവൾക്ക് റിയൽ ഫീലിങ്സ് ഉണ്ടായിരുന്നു എന്ന് ഹീജു പറഞ്ഞു. അപ്പൊ എനിക്ക് മാത്രമായിരുന്നു അല്ലേ, നിനക്ക് എപ്പോഴാ ഫീലിങ്സ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ച് പിന്നെ അതിനെ കുറിച്ചായി സംസാരം. റോയൽ അക്കാഡമിയിൽ വെച്ച് ഇയാൻ ഹീജുവിനെ പരിചയപ്പെട്ട ആ ദിവസമായിരുന്നു അവന് ഹീജുവിനോട് ഫീലിങ്സ് സ്റ്റാർട്ട് ചെയ്തത്. ആ സീൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. കാരണം ആദ്യമായി അവൻ അവളെ കണ്ട നിമിഷം മുതൽ തന്നെ ഇയാൻ അവളെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹീജു സ്കൂളിലും അത് കഴിഞ്ഞ് പുറത്തും നല്ല ഫേമസ് ആയിരുന്നതുകൊണ്ട് അവളെ കുറിച്ചുള്ള ന്യൂസൊക്കെ ഇയാൻ അറിയാറുണ്ടായിരുന്നു. എന്നെങ്കിലും പിന്നെയും മീറ്റ് ചെയ്യുമെന്ന് അവൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം കണ്ടതാണ് രാജാവിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ചിട്ട്. പിന്നെ നടന്നതെല്ലാം ഹിസ്റ്ററി ആണല്ലോ. ഇയാൻ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കീഴില് പാലസ് പബ്ലിക്കിന് എക്സിബിറ്റ് ചെയ്തിരുന്നു. കൊട്ടാരത്തിന്റെയും രാജഭരണത്തിന്റെയും അവശേഷിപ്പുകൾ സൂക്ഷിക്കാനായിട്ട്. അവിടെ ഇയാന്റെ ഒഫീഷ്യൽ റോബ് ഉണ്ടായിരുന്നു. ഇയാൻ ഒരുപാട് ആഗ്രഹിച്ചപ്പോ അവന് കിട്ടാതിരുന്നതും അവന് ആവശ്യമില്ലാതിരുന്നപ്പോൾ അവന് നേരെ വെച്ച് നീട്ടപ്പെട്ടതുമായിരുന്നു അത്. പക്ഷെ അവസാനത്തെ തീരുമാനം അത് ഇയാന്റെ ആയിരുന്നു. ഇപ്പോ ആ ചുവന്ന റോബ് കാണുമ്പോ ഇയാൻ എന്തെന്നില്ലാത്ത ഒരാശ്വാസമാണ്. അവൻ ആഗ്രഹിച്ചതുപോലെ എല്ലാവരും തുല്യമായൊരു രാജ്യം സൃഷ്ടിക്കാൻ ഇയാൻ സാധിച്ചു. സിവിലിയൻസായി ഹീജുവും ഇയാനും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണിച്ച് ഒരു ബ്യൂട്ടിഫുൾ ഹാപ്പി എൻഡിങ്ങോടെയാണ് ഡ്രാമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അവസാനത്തെ എപ്പിസോഡ്? ഇഷ്ടമായോ? എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടെന്ന് കമന്റ്സിൽ പറയണേ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തതായി അപ്ലോഡ് ചെയ്യുന്ന ഡ്രാമ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ പിന്നെ കാണാം.